ഇന്നലെ പറഞ്ഞു നിർത്തിയതാണ് 31-ാമത്തെ ശ്ലോകത്തില്. ഒരാള് എത്ര തന്നെ ദുരാചാരനാണെങ്കിലും അനന്യഭാവത്തോടുകൂടി എന്നെ ഭജിക്കുകയാണെങ്കിൽ അദ്ദേഹം വളരെ വേഗത്തില് ക്ഷിപ്രം ഭവതി ധർമാത്മാവാണ്. വളരെ വേഗത്തില് സത്യാനുഭവമുള്ള ഹൃദയത്തോടുകൂടി അദ്ദേഹം സദാചാരിയായി തീരും എന്നാണ് പറയുന്നത്. എന്നിട്ട് അർജുനോട് പറയുന്നത്, അർജുന, ഇത് എന്റെ വാക്കാണ്, ഉറപ്പായി ധരിച്ചോളൂ. എന്താണ്? എന്റെ ഭക്തൻ, എന്റെ അനന്യഭക്തൻ ഒരിക്കലും പതിച്ച് ദുഃഖിക്കാൻ ഇടവരുന്നില്ല എന്നാണ്. ഒരിക്കലും അദ്ദേഹത്തിന് നാശമുണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുക. ഇനി അതേപോലെ തന്നെ പാപയോനികളിൽ ജനിച്ച് എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത ആളുകൾക്ക് ജനിച്ച് എപ്പോഴും അങ്ങനെയുള്ളവർക്ക് എന്താണ്ടാവും? അവരുടെ ഉള്ളിലും ഈ പാപവാസനകൾ ഉണ്ടാവും. അങ്ങനെ ജനിക്കുന്നവരുടെ ഉള്ളിലും ഉണ്ടാവും കാമം, ക്രോധം, ലോഭം, ഇങ്ങനെയുള്ള ദുർവാസനകളൊക്കെ അവരുടെ ഉള്ളിലും ഉണ്ടാവും. കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? ഇടയ്ക്ക് ബ്രേക്ക് ആയി തോന്നുന്നു അല്ല? കേൾക്കാലോ അല്ല? കേൾക്കാം. ഞാൻ വിചാരിച്ചു ഞാൻ എന്റെ കുഴപ്പമാണ്. അല്ലല്ല, അവിടെ എന്തോ ഇടയ്ക്ക് ബ്രേക്ക് കാണിച്ചത്, ഇന്റർനെറ്റ് അൺസ്റ്റേബിൾ പറഞ്ഞിട്ട് കാണിച്ചു. ഇപ്പൊ ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ. അപ്പോ ചില ആളുകള് പാപയോനികളിൽ ജനിക്കും എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത ആളുകൾക്ക് ജനിക്കും അവരുടെ മക്കളായിട്ട്. അപ്പൊ അവരുടെ ഉള്ളിലും ഈ ദുർവാസനകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ദുർവാസനകളിൽ പെട്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവർ പോലും ഭഗവാനെ ഒന്ന് ആശ്രയിക്കുമെങ്കിൽ അവരും സത്യദർശനത്തിന് യോഗ്യരായി ഭവിക്കും എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയും. 32-ാമത്തെ ശ്ലോകത്തിൽ അതൊന്നും കൂടി ഭഗവാൻ ഉറപ്പിക്കണം. 32-ാമത്തെ ശ്ലോകം ചൊല്ലിക്കൂ. മാം ഹി പാർത്ഥവ്യപാശ്രിത്യ യേപി സ്യു പാപയോനയഃ സ്ത്രിയോ വൈശ്യസ്തഥാ ശൂദ്രാ സേവിയാന്തി പരാം ഗതിം. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, മാം ഹി ഭാർത്ത വ്യപാശ്രിത്യ ഏപി സ്യുഃ പാപയോനയഃ സ്ത്രിയോ വൈശ്യാസ്തഥാ ശൂദ്രാഃ ഏബിയാന്തി പരാംഗതിം. അതാണ് പറയുന്നത്. പാർത്ഥ അർജുനോട് പറയണു, അല്ലയോ അർജുന, അർജുനോട് പറയണം, ആരൊക്കെയാണോ പാപയോനയഃ എന്ന് പറഞ്ഞാൽ പാപികളുടെ സന്താനങ്ങളായിട്ട്, അല്ലെ, അത് പാപികളുടെ സന്താനങ്ങളായിട്ട്, അത് സ്ത്രീകളായാലും ശരി, വൈശ്യന്മാരായാലും ശരി, ശൂദ്രന്മാരായാലും ശരി, അങ്ങനെ ആരാണോ പാപികളുടെ സന്താനങ്ങളായിട്ട് ഭവിക്കുന്നത്, ജനിക്കുന്നത്, തേ അഭി എന്ന് പറഞ്ഞാൽ അവർ പോലും മാം വ്യപാശ്രിത്യ പരമാത്മാവായ എന്നെ ഭജിച്ചാൽ, അനന്യ ചിന്തയോടെ എന്നെ ഭജിക്കുകയാണെങ്കിൽ, പരാംഗതിം യാന്തിഹി അവർക്കും ബ്രഹ്മാനുഭവം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ഏത് പാപി ആയിക്കോട്ടെ എന്നാണ് പറയുന്നത്, പ്രശ്നമല്ല, എന്നെ ഭജിച്ചാൽ മതി എന്നാണ് ഭഗവാൻ പറയുന്നത്. അർജുനോട് പറയുക, അർജുന, ആരൊക്കെയാണോ പാപികളുടെ സന്താനങ്ങളായിട്ട് പിറക്കുന്നത്, സ്ത്രീയായിട്ട്, വൈശ്യന്മാരായിട്ട്, ശൂദ്രരായിട്ടൊക്കെ ഭവിക്കുന്നത്, അവര് പോലും പരമാത്മാവായ എന്നെ അനന്യ ചിന്തയോടെ ഭജിക്കുകയാണെങ്കിൽ അവരും ബ്രഹ്മാനുഭവത്തിൽ എത്തിച്ചേരും. തേ അഭിയാന്തി പരാംഗതി, അവർ പോലും ബ്രഹ്മാനുഭവത്തിൽ എത്തിച്ചേരുന്നു എന്നാണ്. അതാണ് പറയുന്നത്, അവർ പോലും എത്തിച്ചേരുന്നു. ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപയോനികളായ സ്ത്രീകള്, പാപികളുടെ സന്താനങ്ങളായി ജനിക്കുന്ന സ്ത്രീകള്, വൈശ്യന്മാര്, ശൂദ്രൻ. എന്തുകൊണ്ടാണ് ഈ 3 ഗ്രൂപ്പിനെ പറയാൻ കാരണം? അതിന്റെ കാരണം തുടർന്ന് പറയുന്നു. അവർക്ക് പോലും ബ്രഹ്മാനുഭവത്തിൽ എത്തിച്ചേരും. എങ്ങനെയാണെങ്കിൽ പരമാത്മാവായി എന്നെ ഭജിച്ചാൽ. എങ്ങനെ ഭജിക്കണം? അനന്യഭാവത്തോടുകൂടി, മനസ്സിൽ വേറൊന്നുമില്ലാതെ ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട്, അല്ലെ, അങ്ങനെയാണ് ഭജിക്കുന്നതെങ്കിൽ അവർക്കും രക്ഷപ്പെടാൻ പറ്റും എന്നാണ് പറയുന്നത്. ബ്രഹ്മാനുഭവം ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്താ കാരണം ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ഈ 3 ഗ്രൂപ്പിനെ പറയാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ സ്ത്രീകള്, പാപികൾക്ക് ഉണ്ടാവുന്ന സ്ത്രീകള്, മക്കള് സ്ത്രീകളാണെങ്കിൽ അവരെന്താ ചെയ്യുക? അവര് ധനം, സമ്പത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ദുഷ്പ്രവൃത്തി ചെയ്യും. സ്ത്രീകളാണെങ്കിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു എന്ന് വരാം. പല രീതിയിൽ ദുഷിച്ചു പോകുന്നവരുടെ മക്കളായി ജനിക്കുന്ന സ്ത്രീകള്, അവരെയാണ് പാപയോനികളായ സ്ത്രീകൾ എന്ന് പറയുന്നത്. അവർക്ക് പോലും ഭഗവാനെ അനന്യഭാചനം കൊണ്ട് പരമാത്മപ്രാപ്തി ഉണ്ടാവുന്നു, വളരെ എളുപ്പത്തിൽ കിട്ടുന്നു എന്നാണ് പറയുന്നത്. അല്ലെ, ഭാഗവതത്തിൽ പല കഥകൾ പറയുന്നുണ്ട്. പിങ്കളയുടെ കഥ പറയുന്നുണ്ട്. പിങ്കള എന്താണ്, രാത്രി മുഴുവൻ കാമുകന്മാരെ കാത്തിരുന്ന് മുഷിഞ്ഞു എന്നാണ് പറയുന്നത് പിങ്കള. അല്ലെ, അങ്ങനെ കാമുകന്മാരെ രാത്രി കാത്തിരുന്ന് മുഷിഞ്ഞ് വിരക്തി വന്നു എന്നാണ് പറയുന്നത് പിങ്കളി. വിരക്തി വന്നു എന്ന് മാത്രമല്ല, അനന്യഭാവത്തോടുകൂടി ഭഗവാനെ ഭജിക്കാനായിട്ട് തുടങ്ങി.
അതിന്റെ ഫലമായിട്ട് അവൾക്ക് പരഗതി സാധിച്ചു എന്നാണ് പറയുന്നത്. അവരതിനുള്ള യോഗ്യത നേടി എന്നാണ് പറയുന്നത്. അപ്പൊ പിങ്കള പാപയോനിയാണ്, അല്ലെ? ഒരു പാപിക്ക് ജനിച്ചതാണ്, പാപം ചെയ്ത സ്ത്രീക്ക് ജനിച്ചതാണ് പിങ്കള. അപ്പൊ അങ്ങനെയുള്ള പിങ്കളയ്ക്ക് തന്നെ അത് സാധ്യമായി എന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലാത്ത സ്ത്രീകളുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ എന്ന് സൂചിപ്പിക്കാനാണ് ഇത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം. അല്ലെ, ഗോപികമാര് അനന്യ ഭജനം കൊണ്ടാണ് അവർക്ക് മോക്ഷത്തിനുള്ള അർഹത നേടിയത്. മഹാഭാരതത്തിൽ വേറെയും കഥാപാത്രങ്ങളിലെ കുന്തി, ഗാന്ധാരി, ദ്രൗപദി ഇവരൊക്കെ ഉണ്ട്. അവരൊക്കെ അനന്യ ഭജനം ഉണ്ടായിട്ടുള്ളവരാണ്. അതിൽ ഉപനിഷത്തുകൾ പറയുന്നുണ്ട്. ഗാർഗി മൈത്രിയെ കുറിച്ച് പറയുന്നുണ്ട്. അവരൊക്കെ ബ്രഹ്മാനുഭവത്തിനുള്ള അവരുടെ ആ ഒരു തൃഷ്ണ അതിനെ കുറിച്ച് പറയുന്നു. അപ്പോ എന്താണ് സഹജമായ സ്വഭാവമായ ഗുണം കർമ്മം, ഇങ്ങനെയാണല്ലോ ഓരോരുത്തര് അവരുടെ അടുത്ത കർമ്മം ചെയ്യുന്നത്. അപ്പൊ ആ ഗുണകർമ്മം നിമിത്തമാണ് ചിലര് ഈ വൈശ്യരായിട്ട് ആ പ്രവൃത്തിയിൽ ആ കർമ്മത്തിൽ ഏർപ്പെടുന്നു. ചിലര് ശൂദ്രരായിട്ട് മാറുന്നു. അവരൊക്കെ പാപികളായിട്ട് അധപ്പതിക്കാൻ വളരെ സാധ്യതയുള്ളവരാണ് എന്നാണ് പറയുന്നത്. വൈശ്യന്മാരും ശൂദ്രന്മാരും, നേരത്തെ പറഞ്ഞ പോലെ, സ്ത്രീകളെ പറഞ്ഞ പോലെ തന്നെ. കാരണം ഇവരുടെ വൈശ്യവൃത്തി എന്ന് പറഞ്ഞാൽ ഗുണകർമ്മം ഏതുമായി ബന്ധപ്പെട്ടാണ്? സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ഇവര് കൃഷി, ബിസിനസ് ഇതൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് അവർ ചെയ്യുക. അപ്പൊ ഇതിനൊക്കെ രജോ ഗുണത്തിന് പ്രാധാന്യം കൂടുതലാണ്. ഈ വൈശ്യവൃത്തി അല്ലെ, ബിസിനസ് ഒക്കെ ചെയ്യണമെങ്കിൽ രജോ ഗുണം കൂടുതൽ വേണം. അപ്പൊ രജോ ഗുണത്തിന് പ്രാധാന്യമുള്ളതാണ് ഇത്തരം കർമ്മങ്ങള്. അപ്പൊ അതുകൊണ്ട് തന്നെ രജോ ഗുണം ഉള്ളത് കൊണ്ട് കാമം, ലോഭം, മത്സരം ഇതൊക്കെ അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതെല്ലാം ഉണ്ടായി വീണ്ടും ഇവരൊക്കെ പാപിയായി തീരാൻ വളരെ എളുപ്പമാണ് എന്ന് പറയും. അതെ, അത് വൈശ്യന്മാര്. ഇനി ശൂദ്രന്മാരാണെങ്കിലോ അവര് തമോ ഗുണപ്രധാനികളാണ് ശൂദ്രന്മാർ. അത് നേരത്തെ പറഞ്ഞു അല്ലെ. ആരിലാണോ തമോ ഗുണം അധികരിച്ചിരിക്കുന്നത് അവര് ശൂദ്രന്മാരാണ്. കാരണം അവര് മറ്റുള്ളവരെ പരിചരിക്കുക എന്നുള്ളതാണ് അവരുടെ കർമ്മം. അങ്ങനെ മറ്റുള്ളവരെ പരിചരിച്ചുകൊണ്ട് അവരുടെ ഗുണത്തിൽ മാറ്റം വരും. അതാണ് നേരത്തെ പറയാൻ കാരണം. അപ്പൊ തമോ ഗുണം പ്രാധാന്യം വന്നിട്ടുള്ള ശൂദ്രന്മാര് അവര് മറ്റുള്ളവരെ പരിചരിക്കുക, അങ്ങനെയുള്ള അവരുടെ ആ പ്രവൃത്തിയില് അവരുള്ളില് ദാസഭാവം, കള്ളം, കാപട്യം, ചെതി ഇതൊക്കെ ഉണ്ടാവാം എന്നാണ് പറയുന്നത്. അതിലൂടെ അവരും പാപിയായി തീരാൻ വളരെ എളുപ്പമാണ്. അപ്പൊ അങ്ങനെയുള്ള പാപികളുടെ മക്കളായി ജനിക്കുന്നവരാണെങ്കിൽ പോലും ഭഗവാന്റെ ഭജനം കൊണ്ട് മോക്ഷത്തിന് അർഹരായി തീരുന്നു എന്നാണ്. അപ്പൊ ആർക്കും ഇത് സാധിക്കും എന്നാണ് പറയുന്നത്. ഒരാളെയും ഇതൊന്നും ഭഗവാൻ മാറ്റി നിർത്തിയിട്ടില്ല. കാരണം ഒരാള് തെറ്റായ കർമ്മങ്ങൾ ചെയ്യുന്നത് അവരുടെ ആ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ്. നേരത്തെ പറയുന്നത് അല്ലെ. ഇപ്പൊ മഹാഭാരതത്തിൽ തന്നെ വ്യാധന്റെ കഥ പറയുന്നുണ്ട്. വ്യാധൻ ജന്മന ഇറച്ചി വെട്ടുകാരനായിരുന്നു അല്ലെ. ഇറച്ചി വെട്ടി വിൽക്കുക, ഇറച്ചി കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. തന്റെ തൊഴിൽ അതാണ്, ഇറച്ചി മാംസം വിൽക്കല്. പക്ഷെ അദ്ദേഹത്തിന് ഈ അനന്യ ഭജനം കൊണ്ട് അദ്ദേഹം ബ്രഹ്മനിഷ്ഠനായി തീർന്നു എന്നാണ്, അദ്ദേഹം ജീവൻ മുക്തനായി തീർന്നു എന്നാണ് പറയുന്നത്. ആ കർമ്മം തുടരുന്നുണ്ടെങ്കിലും അദ്ദേഹം ജീവൻ മുക്തനായി തീർന്നു. അപ്പൊ അങ്ങനെയുള്ള അവസരത്തില് ഈ പാപയോനി അല്ലാത്ത വൈശ്യനോ ശൂദ്രനോ ഭജിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ കഥ പറയണ്ടോ എന്ന് ചോദിക്കാം അല്ലെ. മഹാഭാരതത്തിൽ വിതുരൻ ഇതിനുദാഹരണമാണ്. അതിൽ വ്യാസൻ. അപ്പോ എവിടെ ജനിക്കുന്നു അല്ലെങ്കിൽ എന്ത് തൊഴിൽ ചെയ്യുന്നു എന്നുള്ള ഒന്നും ഇവിടെ പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. പുറമേക്കുള്ള കർമ്മം ഒന്നും ഒരു വിഷയമല്ല എന്നാണ് പറയുന്നത്. ഉള്ളിലുള്ള ഗുണമാണ് യഥാർത്ഥത്തിൽ ആ വർണ്ണത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ അനന്യ ഭജനത്തില് ഏർപ്പെടുന്ന ഒരാൾക്ക് ഈ തന്റെ വർണ്ണ നിയമങ്ങൾ അതിനെ മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ അതിന് അതീതമായി പോകാൻ ഒരു പ്രയാസവും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ശൂദ്രനാണെങ്കിൽ അനന്യ ഭജനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഉയർന്ന ബ്രാഹ്മണന്റെ തലത്തിലേക്ക് എത്താനാവും, അതിനും അപ്പുറത്തേക്ക് കിടക്കാൻ സാധിക്കും. ആ 4 വർണ്ണങ്ങൾക്കും അതീതമായിട്ട് തീരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വർണ്ണ നിയമത്തെ ഇല്ലാതാക്കുന്നവൻ ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ പറയണ്ടായി അല്ലെ. 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം ഇതാണ്. അപ്പോ മഹാഭാരതത്തില് വ്യാസൻ, വ്യാധൻ ഇവരൊക്കെ ബ്രാഹ്മണത്വമുള്ളവരാണ്. അതിൽ നിന്ന് താഴ്ത്തി കാണാൻ ആർക്കും പറ്റില്ല. കാരണം അവർക്ക് ആ അനന്യ ഭജനം ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മഹാഭാരതത്തിൽ ഈ ഗീതാ തത്വങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ് മഹാഭാരതത്തിൽ യഥാർത്ഥത്തിൽ അല്ലെ. ആ രീതിയിൽ വേണം ഇത് വ്യാഖ്യാനിക്കാൻ എന്ന് പറയാണ്. അപ്പോ ആ ദുരാചാരന്മാർക്കും പാപയോനികൾക്ക് പോലും അനന്യമായ ഭജനം കൊണ്ട് മോക്ഷത്തിന് അർഹരായി തീരാൻ കഴിയും.
അങ്ങനെയാണെങ്കിൽ പുണ്യം ചെയ്ത ബ്രാഹ്മണരുടെ രാജർഷിമാരുടെ കഥ പറയാനില്ലല്ലോ എന്ന് പറയാം അല്ലെ. അപ്പോ അർജുനൻ ക്ഷത്രിയനാണ്, ദൈവീ സമ്പത്തുള്ളവനാണ്. അപ്പൊ അങ്ങനെയുള്ള അർജുനന് ഈ സത്യമാർഗത്തിലേക്ക് നയിക്കാനായിട്ട് ആ ഒരു കാര്യമാണ് ഇനി ഭഗവാൻ പറയാൻ പോകുന്നത്. അർജുനെ ഒന്നുകൂടി ഇൻസ്പയർ ചെയ്യാനായിട്ട് 33-ാമത്തെ ശ്ലോകം ചൊല്ലിക്കൂ. കിം പുനർബ്രാഹ്മണ പുണ്യ ഭക്താ രാജർഷയസ്തഥാ അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാ. അടുത്ത ശ്ലോകത്തിൽ വരുന്നു കിം പുനർബ്രാഹ്മണാഹ പുണ്യ ഭക്ത രാജർഷയസ്തഥ അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാ. അതാണ് ഇപ്പോ പുണ്യാബ്രാഹ്മണാഹ എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്തിട്ടുള്ള ബ്രാഹ്മണന്മാരും, പുണ്യം ചെയ്യുമ്പോൾ ഹൃദയശുദ്ധി സംഭവിക്കും, അങ്ങനെയുള്ള ബ്രാഹ്മണന്മാരും, അതേപോലെ ഭക്തരാജർഷയ അല്ലെ ഈശ്വരനെ ആരാധിച്ചുകൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കുന്ന രാജർഷിമാരും കിം പുനഃ അവർക്കും ഈ പരഗതി ഉണ്ടാവും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമുണ്ടോ എന്ന് നോക്കുക. അനിത്യമസുഖം ലോകം, അനിത്യം എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്നത്, ജീർണിച്ച് നശിക്കുന്നത്, നിത്യമല്ലാത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നശിച്ചു പോകുന്നതുകൊണ്ട് തന്നെ അസുഖമാണത് എന്ന് പറഞ്ഞാൽ ദുഃഖം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയുള്ള ഈ ലോകം, ഈ ജഡലോകത്ത് ഇമം പ്രാപ്യ ഇതിനെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ചു അല്ലെ. അനിത്യമായിരിക്കുന്ന, ജീർണിച്ച് നശിക്കുന്ന, ദുഃഖം നൽകുന്ന ഈ ലോകത്ത് വന്നു ചേർന്നല്ലോ. ആ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യണം? മാം ഭജസ്വ എന്നാണ്. നീ എന്നെ ഭജിക്കണം വേണ്ട, പരമാത്മാവ് എന്നെ ഭജിക്കണം വേണ്ട എന്നാണ് പറയുന്നത്. ഇവിടെ വന്ന് പെട്ടല്ലോ എന്തായാലും, ഇനിയിപ്പോ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. അനിത്യമായിരിക്കുന്ന, അസുഖമായിരിക്കുന്ന ഈ ലോകത്തിൽ വന്ന് ജനിച്ചുപോയി. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഭജസ്വ മാം ഭജസ്വ, അത് എന്നെ ഭജിച്ചോളൂ എന്നാണ് പറയുന്നത്. അപ്പൊ പുണ്യകർമ്മങ്ങൾ ചെയ്ത് ഹൃദയം ശുദ്ധി നേടുന്ന ബ്രാഹ്മണരും, അതുപോലെ ഭഗവാനെ ആരാധിച്ച് സ്വധർമ്മം അനുഷ്ഠിച്ച് ഹൃദയശുദ്ധി നേടുന്ന രാജർഷിമാരും, അവരൊക്കെ പരഗതി പ്രാപിക്കും എന്ന് എടുത്തു പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ ഈ ഒരു ലോകത്ത്, ഈ ലോകം എന്ന് പറഞ്ഞാൽ ഇത് ജഡമാണ്. ഈ ലോകം അതൊക്കെ നേരത്തെ പറഞ്ഞു. അപ്പൊ ഈ ലോകത്തിന്റെ സ്വഭാവം എന്താണ്? അനിത്യമാണ്, ജീർണിച്ച് നശിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ദുഃഖം നൽകുന്നതാണ് ഈ ലോകം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദുഃഖമുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഈ ലോകത്ത് നീ എത്തിച്ചേർന്നു, ഇവിടെ ജനിക്കാനിടയായി. അതുകൊണ്ട് ഇനി എന്ത് വേണം? നീ അവശ്യം നിർബന്ധമായും പരമാത്മാവായ എന്നെ ഭജിക്കണം വേണ്ടത് എന്ന് പറയാം. മനസ്സിലായോ? അത് എല്ലാവർക്കും ഉള്ള ഒരു നിർദ്ദേശമാണ് ഭഗവാന്റെ. കാരണം ഇവിടെ വന്ന് പെട്ടുകഴിഞ്ഞു അല്ലെ. ഇതിന്ന് പുറത്തു കിടക്കാൻ എന്താ മാർഗം? മാം ഭജസ്വ എന്നാണ് പറയുന്നത്. ഭജസ്വ മാം. അപ്പോ ബ്രാഹ്മണരെ ക്ഷത്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള സത്വഗുണം, അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾക്ക് ഒക്കെ ജീവിതത്തിൽ പ്രാധാന്യം വന്നിട്ടുള്ളവരാണ് ബ്രാഹ്മണരും ക്ഷത്രിയരും. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ സത്വഗുണം അധികരിച്ചിട്ടുള്ളവരാണ്. ക്ഷത്രിയര് സത്വഗുണം കൂടുതൽ, രജോ ഗുണം കൂടി ചേർന്നിട്ടുള്ളവരാണ് ക്ഷത്രിയര്. അതുകൊണ്ടാണ് അവർ നല്ല കർമ്മങ്ങൾ, സത്കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ ബ്രാഹ്മണരുടെ എന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ സത്വഗുണം കൂടിയിട്ടുള്ളതുകൊണ്ട് അവർ മനസ്സ് സ്വാഭാവികമായിട്ടും അടങ്ങിയിരിക്കും, മനസ്സിന്റെ അടക്കം വന്നവരാണ് ബ്രാഹ്മണര്. അങ്ങനെയാണ് വേണ്ടത്. അവരെയാണ് ബ്രാഹ്മണര് എന്ന് പറയാ. മനസ്സിന്റെ അടക്കം വന്നവര്, ഇന്ദ്രിയങ്ങളുടെ അടക്കം വന്നിട്ടുള്ളവര്, അതുപോലെ ഏകാഗ്രത, ശുചിത്വം, ക്ഷമയുള്ളവര്, നിഷ്കളങ്കതയുള്ളവര്, സത്യബോധമുള്ളവര്, ആ സത്യ അനുഭവമുള്ളവര്, ഈശ്വര ബുദ്ധിയുള്ളവര്, ഇതൊക്കെയാണ് ബ്രാഹ്മണര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് ആർക്കൊക്കെ ഉണ്ടോ അവരൊക്കെ ബ്രാഹ്മണന്മാരാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്കൊക്കെയാണ് ഉള്ളത്? അവരൊക്കെ ബ്രാഹ്മണന്മാരാണ്. അപ്പൊ ഇതൊക്കെയുള്ളവര് പുണ്യം ചെയ്തവരായിരിക്കും, അതിന് യാതൊരു സംശയവും ഇല്ല എന്ന് പറയണം. ഇതൊക്കെ പുണ്യം ചെയ്തവരായിരിക്കും ഇതൊക്കെല്ലാം ഉള്ളവര്. അപ്പൊ ഇവരില് സത്വഗുണമാണ് ഏറ്റവും അധികരിച്ച് നിൽക്കുക. സത്വഗുണത്തിനാണ് പ്രാധാന്യം. അതേപോലെ ക്ഷത്രിയന്മാർക്ക് സത്വഗുണവും രജോ ഗുണവും കൂടി ചേർന്നതാണ് ക്ഷത്രിയന്മാരുടെ ഘടന എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രജോ ഗുണം ഉള്ളതുകൊണ്ട് അവരിൽ ശൗര്യമുള്ളവരാണ്, തേജസ് ഉള്ളവരാണ്, ധൈര്യം. അതോടൊപ്പം തന്നെ സത്വഗുണത്തിൻ്റെതായ ഡിവൈൻ ക്വാളിറ്റി, ദാക്ഷിണ്യം അല്ല, ദാനം, ഈശ്വരഭാവം, അതുപോലെ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുക, ഇതൊക്കെ കൂടി ചേർന്നവരാണ് ക്ഷത്രിയന്മാർ. അപ്പൊ അവരിലെ ക്ഷത്രിയന്മാരിൽ സത്വഗുണമുണ്ട്, രജോ ഗുണവും രണ്ടും കൂടി ചേർന്നതാണ് അവരുടെ ഗുണം എന്ന് പറയുന്നത്.
അപ്പോ ഇവരില് ക്ഷത്രിയന്മാരില് ആ ഈശ്വരഭാവത്തിന് പ്രാധാന്യം കൂടുന്തോറും അവര് രാജർഷിമാരായി മാറും. അതുകൊണ്ടാണ് അവരെ രാജർഷിമാര് എന്ന് പറയുന്നത്. രാജ ഋഷിമാര് ആയി മാറുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഋഷിമാരുടെ രാജർഷിമാരുടെ കഥകളൊക്കെ ഒരുപാട് പുരാണങ്ങളിലൊക്കെ ഉണ്ട്, ഇതിഹാസങ്ങളിലൊക്കെ ഉണ്ട്. വിശ്വാമിത്ര മഹർഷി, വിശ്വാമിത്രൻ രാജാവായിരുന്നു അല്ലെ, ക്ഷത്രിയനായിരുന്നു അദ്ദേഹം. തപസ്സുകൊണ്ട് അദ്ദേഹം ബ്രാഹ്മണത്വം നേടി, ഈശ്വരാനുഭവം നേടി. എന്നിട്ട് വസിഷ്ഠ മഹർഷിയെ കൊണ്ട് പരസ്യമായിട്ട് ആ കാര്യം സമ്മതിപ്പിക്കുകയും ചെയ്തു. വിശ്വാമിത്രൻ തപസ് ചെയ്യാൻ എന്താ കാരണം? അസൂയ മൂത്തിട്ടാണ് അല്ലെ. അസൂയ കൊണ്ടാണ് വിശ്വാമിത്രൻ തപസ് ചെയ്തത്. ആരോടുള്ള അസൂയ? വസിഷ്ഠ മഹർഷിയുടെ ആ എന്താ പറയാ പ്രഭാവം കണ്ടപ്പോഴേ ഇതിന് അസൂയ മൂത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അതേപോലെ ആയിത്തീരാനായിട്ടാണ് തപസ് ചെയ്തത്. പക്ഷെ അദ്ദേഹം ഒരു മഹാ തപസ്യ രാജർഷിയായി മാറി എന്നാണ് പറയുന്നത്. അപ്പോ ആ ബ്രാഹ്മണർക്ക് ആ സ്വഭാവസിദ്ധമായ ബ്രാഹ്മണത്വം, അതുപോലെ ക്ഷത്രിയത്വം, ഇതൊക്കെ ഉണ്ടെങ്കിലും അവർക്കും ആ ഗുണകാര്യങ്ങളില് വീഴ്ച സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അല്ലെ, ഏത് സ്റ്റേജിൽ വേണമെങ്കിലും അവർക്ക് വീഴ്ച സംഭവിക്കാം, ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും. കാരണം അതും ഗുണങ്ങളാണ്. സത്വഗുണം, രജോ ഗുണം, അതൊക്കെ ഗുണങ്ങളാണല്ലോ. ഈ ഗുണങ്ങളൊക്കെ അവിദ്യയുടെ പിടിയിലുള്ളതാണ്, അവിദ്യയുടെ പരിധിയിലുള്ളതാണ് ഗുണങ്ങളൊക്കെ. അത് സത്വഗുണമായാലും രജോ ഗുണമായാലും തമോ ഗുണമായാലും. ഇനി ചിലപ്പോ വീഴ്ച സംഭവിച്ചു എന്ന് വരില്ല, പക്ഷെ നിൽക്കുന്നിടത്ത് മുന്നോട്ട് പോയാൻ പറ്റിയില്ല എന്ന് വരും ചിലർക്ക് അല്ലെ. അപ്പൊ ബ്രാഹ്മണരിലും ക്ഷത്രിയരിലും പതിക്കാനുള്ള സാധ്യത കുറവാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച്, വൈശ്യന്മാരെ അപേക്ഷിച്ച്, ശൂദ്രന്മാരെ അപേക്ഷിച്ച്. പക്ഷെ എന്നാലും വീഴ്ച സംഭവിച്ചു കൂടായില്ല എന്നാണ് പറയുന്നത്. കാരണം ദുര്യോധനൻ ക്ഷത്രിയനായിരുന്നു അല്ലെ, എന്നിട്ടും അദ്ദേഹത്തിന് ആസുരഭാവമാണ് ഉണ്ടായത്. എന്നിട്ട് അദ്ദേഹം നാശത്തിലേക്ക് പതിച്ചു. അതുപോലെ ദ്രോണർ, അദ്ദേഹം ബ്രാഹ്മണനായിരുന്നു അല്ലെ, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ശത്രുതാ മനോഭാവം വന്നതോടുകൂടി അദ്ദേഹം ക്ഷത്രിയത്തിലേക്ക് താഴ്ന്നു. ദ്രോണർ അങ്ങനെ ഉണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പുണ്യ ബ്രാഹ്മണ ഭക്ത രാജർഷ എന്ന് ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വിശേഷണം ചേർത്തത്. പുണ്യാത്മാക്കളായ ബ്രാഹ്മണര്, ഭക്തരായ രാജർഷി എന്ന് പറയാനുള്ള കാരണം അതാണെന്ന്. അപ്പൊ അവരുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഗുണകർമ്മങ്ങൾ കൊണ്ട് ബ്രാഹ്മണരും ക്ഷത്രിയരും ആയിരിക്കുമ്പോ തന്നെ അവർ തുടർന്ന് പുണ്യം ചെയ്യാനും ഭക്തി വളർത്താനുമാണ് അവരുടെ ജീവിതം വിനിയോഗിക്കുന്നതെങ്കിൽ അവർക്ക് പരമാത്മപ്രാപ്തി വളരെ എളുപ്പത്തിൽ കിട്ടും എന്നാണ്, അധികം താമസിയാതെ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ അർജുനൻ തന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഗുണകർമ്മങ്ങളുടെ അർജുനൻ ക്ഷത്രിയനാണ് എന്ന് മാത്രമല്ല, അർജുനൻ ജീവിതത്തിലുടനീളം അദ്ദേഹം അനന്യഭജനം അദ്ദേഹത്തിന് കൂട്ടിച്ചേർക്കാൻ പറ്റുമെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ അദ്ദേഹത്തിന് ബ്രഹ്മപ്രാപ്തി സാധിക്കും എന്ന് സൂചിപ്പിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ ആവശ്യപ്പെടുന്ന അർജുനനോട്, യുദ്ധത്തിൽ നീ ജയിക്കുക പരാജയപ്പെടുക എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, അതൊന്നും കണക്കാക്കണ്ട, അതിന്റെ കൂട്ടത്തിൽ നീ ആത്മഭാവന കൂടി അഭ്യസിക്കൂ എന്ന് പറയാനുള്ള കാരണം അതാണ് അല്ലെ. അപ്പൊ ഇനി യുദ്ധത്തിൽ ജയിച്ചാൽ തന്നെ കിട്ടുന്നത് എന്താ? കുറച്ചു കാലത്തേക്കുള്ള രാജകീയ ഭോഗങ്ങളാണ് കിട്ടാൻ പോകുന്നത്. അത് ഭൗതിക തലത്തിലായതുകൊണ്ട് അത് അവസാനിക്കുകയും ചെയ്യും. അപ്പൊ അവസാനിക്കുന്നുള്ള ചിന്ത തന്നെ ദുഃഖത്തിന് കാരണമാകും. അതുകൊണ്ട് എന്ത് വേണം? ഈ അനിത്യമായിരിക്കുന്ന, അസുഖമായിരിക്കുന്ന ഈ ലോകത്ത്, ദുഃഖം തരുന്ന ഈ ലോകത്ത് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ വരുവോ വരാതിരിക്കുകയോ ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെയും കോട്ടങ്ങളെയൊക്കെ തുല്യമായിട്ട് കരുതൂ. എന്നിട്ട് എന്ത് വേണം? നിരന്തരമായി പരമാത്മാവിനെ ഭജിക്കൂ, ആ അഭ്യാസം കൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കൂ എന്ന് ഭഗവാൻ അർജുനോട് പറയാം. നിരന്തരമായിട്ട് പരമാത്മാവിനെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതെങ്ങനെയാണ് അഭ്യസിക്കുക? നിരന്തരമായിട്ട് പരമാത്മാവിനെ ഭജിക്കുക അതെങ്ങനെ അഭ്യസിക്കുക എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ആ നിരന്തരമായ പരമാത്മ ഭജനം എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ഈ അധ്യായം ഭഗവാൻ അവസാനിപ്പിക്കുന്നത്. 34-ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളു. മന്മനാ മവമദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈശസ്യയുക്തൈവം ആത്മാനം മത്പരായണഃ. ആ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നു എന്താണ്? മന്മനാ ഭവ മദ്ഭക്തഃ മദ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവം ആത്മാനം മത്പരായണഃ പറഞ്ഞിട്ടാണ് ഭഗവാൻ ഇത് അവസാനിപ്പിക്കുന്നത്. മന്മനാഭവ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഭവിക്കണം എന്നാണ് പറയുന്നത്? പരമാത്മാവായ എന്നിൽ തന്നെ ഉറപ്പിച്ച് മനസ്സോടുവിനായിട്ട് ഭവിക്കൂ എന്നാണ്. മന്മന
എന്നിൽ മനസ്സുറപ്പിക്കുന്നവനായി ഭവിക്കൂ. അവിടെ എന്നിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ. അതേപോലെ മദ്ഭക്ത ഭവ, എന്റെ ഭക്തനായി തീരൂ എന്ന് പറഞ്ഞാൽ ഒരു ഫലവും കൂടാതെ ഫലത്തെക്കുറിച്ചുള്ള ചിന്തയെല്ലാം വിട്ട് എന്നെ ആശ്രയിക്കുന്നവനായി ഭവിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. പിന്നെയോ മദ്യാജി ഭവ, മദ്യാജി എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങൾ കൊണ്ടും എന്നെ ആരാധിക്കുന്നവനായി തീരൂ എന്ന് പറയണം അർജുനനോട്. പിന്നെയോ മാം നമസ്കുരു, മനസ്സാ എല്ലായിടത്തും എന്നെ നമസ്കരിക്കുന്നവനായി തീരൂ, എന്നെ വണങ്ങുന്നവനായി തീരൂ. പിന്നെ മത്പരായണ, മത്പരായണ എന്ന് പറഞ്ഞാൽ എന്നിൽ എത്തിച്ചേരുക എന്നുള്ള ലക്ഷ്യം ഉറപ്പുവന്ന ആളായി തീരൂ. ഏവം ആത്മാനം യുക്ത്വ, ഈ രീതിയിൽ ആത്മഭാവന നിറഞ്ഞവനായി തീരുകയാണെങ്കിൽ മാം ഏവ ഏഷ, തീർച്ചയായും നീ എന്നെ തന്നെ പ്രാപിക്കാൻ ഇടവരും എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ അർജുനോട് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, പരമാത്മാവായി എന്നിൽ തന്നെ മനസ്സുറപ്പിക്കൂ, അങ്ങനെയുള്ള ആളായി തീരൂ. പിന്നെയോ ഫലത്തെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം വിട്ട്, അല്ലെ, ഇനി എന്ത് സംഭവിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട എന്നാണ് പറയുന്നത്. ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ കർമ്മം ചെയ്താൽ എനിക്ക് എന്താണ് പിന്നീട് സംഭവിക്കുക, അതൊന്നും ചിന്തിക്കണ്ട എന്ന് പറയും. അപ്പോ കർമ്മത്തിന്റെ ഫലത്തെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം വിട്ട് പൂർണ്ണമായും എന്നെ ആശ്രയിക്കുന്നവനായി ഭവിക്കൂ എന്നാണ്. പിന്നെയോ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ ആ കർമ്മങ്ങളൊക്കെ എന്റെ ആരാധനയായിട്ട് മാറ്റൂ. മനസ്സിലായ? കർമ്മങ്ങൾ കൊണ്ടൊക്കെ എന്നെ ആരാധിക്കുന്നവനായി ഭവിക്കൂ എന്ന് പറയും. പിന്നെയോ മനസ്സുകൊണ്ട് എല്ലാറ്റിനെയും എന്നെ വണങ്ങുന്നവനായി ഭവിക്കൂ, എല്ലായിടത്തും എന്നെ വണങ്ങുന്നവനായി മാറൂ. അപ്പോ എന്നിൽ എത്തിച്ചേരുക, എന്നെ പ്രാപിക്കുക എന്ന ലക്ഷ്യത്തിൽ ഉറപ്പ് വന്നിട്ടുള്ള ആള് ഈ രീതിയിൽ ആത്മഭാവന അദ്ദേഹത്തിൽ നിറഞ്ഞു നിൽക്കുമെങ്കിൽ തീർച്ചയായും എന്നെ തന്നെ പ്രാപിക്കാൻ ഇടവരും. അതാണ് മാമേ വൈശ്യസി യുക്തൈവം. അപ്പൊ ഈ രീതിയിലൊക്കെ എന്നെ ഭാവന ചെയ്യണമെങ്കിൽ എന്നെ തന്നെ പ്രാപിക്കും എന്ന് പറയാം. ഏത് നിലയിലൊക്കെ? ആദ്യം എന്താ വേണ്ട? മനസ്സ് എന്നിൽ ഉറപ്പിക്കണം എന്ന് പറയണം. ആദ്യം മനസ്സ് എന്നിൽ ഉറപ്പിക്കണം, അതാണ് വേണ്ടത്. ആദ്യം വേണ്ടതാണ് മനസ്സ് എന്നിൽ ഉറപ്പിക്കുക. ഇപ്പൊ മനസ്സിന്റെ പ്രധാനപ്പെട്ട ജോലി എന്താ? മനസ്സിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുക, സങ്കല്പിക്കുക, ഇതാണ് അല്ല, സങ്കല്പിച്ചുകൊണ്ടിരിക്കലാണ് മനസ്സിന്റെ ഒരു ജോലി, ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ രണ്ടാമത്തത് സംശയിക്കുക, സംശയം ഉണ്ടാവത് മനസ്സിന്റെ ജോലിയാണ്. പ്രധാനപ്പെട്ട ജോലികൾ ഇത് രണ്ടുമാണ് അല്ലെ. ഒന്ന് ചിന്തിക്കുക, സംശയിക്കുക. അപ്പൊ സങ്കല്പം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാ? ഈ വ്യത്യസ്തങ്ങളായ നാമരൂപങ്ങളെ കുറിച്ചാണ് സങ്കല്പം, അല്ലെ. അപ്പൊ മനസ്സ് ഈ വ്യത്യസ്തമായ നാമരൂപങ്ങളെ കുറിച്ചുള്ള ചിന്തകളില് ഒന്നിനെ വിട്ട് അടുത്തതിനെ ചിന്തിച്ചുകൊണ്ട് ഓരോ രൂപങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്ത് വേണം? ഈ രൂപങ്ങളൊക്കെ പരമാത്മാവിന്റെ തന്നെ വ്യത്യസ്ത രൂപങ്ങളാണെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം എന്ന് പറയും. ഇതൊക്കെ ഭഗവാന്റെ രൂപങ്ങൾ തന്നെയാണ് ഈ വേറെ വേറെ കാണുന്നതൊക്കെ. അങ്ങനെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോ ഈ വ്യത്യസ്തങ്ങളായ നാമരൂപ സങ്കല്പങ്ങളില് അതൊക്കെ കാണുന്നതൊക്കെ വേറെ വേറെ ആണെങ്കിലും സത്യം അതിലെല്ലാം ഒന്ന് മാത്രമേ ഉള്ളൂ, വസ്തു ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പിക്കുക. അതാണ് മനസ്സിന്റെ ആത്മഭാവന അഭ്യാസം എന്ന് പറയുന്നത്. എന്തൊക്കെ കാണുന്നുണ്ടോ അത് മുഴുവൻ ഭഗവാനാണ്. യാതൊന്ന് കാണുന്നത് നാരായണ പ്രതിമ, അല്ലെ. അപ്പോ ഇതാണ് ആ സങ്കല്പത്തെ ഈ രീതിയിൽ അഭ്യാസമാക്കി മാറ്റണം എന്ന് പറയും. ഇനി രണ്ടാമത്തെ പ്രവൃത്തി എന്താ? മനസ്സിന്റെ സംശയിക്കുക എന്നുള്ളതാണ്, അല്ലെ. സംശയിക്കുക. അപ്പൊ എന്തിനെ കുറിച്ചാണ് സംശയം? ഫലത്തെ കുറിച്ചുള്ള ചിന്തയിലാണ് സംശയം, അല്ലെ. എന്ത് സംഭവിക്കും, അതാണ് അതിന്റെ ഫലം എന്താവും, അതാണ് സംശയം. അപ്പൊ ഇവിടെ ശരിക്കു പറഞ്ഞാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കുന്നതിന്റെ 100% മാക്സിമം ചെയ്യാം, അല്ലെ. അതെങ്ങനെ ചെയ്യണം? കഴിയുന്നിടത്തോളം ഈശ്വര ബുദ്ധിയോടുകൂടി ചെയ്യുക. ഇത്രയും നമുക്ക് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ശരിയല്ലേ? ഏത് കർമ്മവും നമ്മളുടെ കഴിവിനനുസരിച്ച്, എന്റെ കഴിവ് എത്രയാണോ അതിന്റെ മാക്സിമമേ എനിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ അത് ചെയ്യുന്നത് എങ്ങനെ ചെയ്യണം? ഈശ്വര ബുദ്ധിയോടുകൂടി ചെയ്യുക. ഇതാണ് നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യം എന്നാണ് പറയുന്നത്. അപ്പൊ ഈശ്വര ബുദ്ധിയോടുകൂടി നമ്മൾക്ക് ചെയ്യേണ്ടതായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ പിന്നെന്താണ് ഉള്ളിൽ ഉറപ്പിക്കേണ്ടത്? സംശയം നീക്കേണ്ടത് എന്താണ്? പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ പരമാത്മാവ് സർവജ്ഞനാണ്.
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കിക്കോളും എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഇതാണ് സംശയം നിറഞ്ഞ മനസ്സിന്റെ ആത്മഭാവനാഭ്യാസം. ഈ രണ്ട് രീതിയിലും ആത്മഭാവന അഭ്യസിക്കുക എന്നാണ് അവർ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിന്റെ രണ്ട് പ്രവൃത്തികൾ പറഞ്ഞു. ഒന്ന് സങ്കല്പം. സങ്കല്പം പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ നാമരൂപങ്ങളെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെ വേറെ വേറെ കാണുന്ന വസ്തുക്കളെ കുറിച്ച് ചിന്ത വരുമ്പോ, അത് വസ്തുക്കളെ കുറിച്ചാലും വ്യക്തികളെ കുറിച്ചാലും ചിന്തകൾ വരുമ്പോ, ഇത് മുഴുവൻ ഭഗവാന്റെ രൂപങ്ങളാണ്. സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ഇതിന്റെ പുറകിലൊക്കെ വസ്തു ഒന്നേ ഉള്ളൂ, ഭഗവാൻ. അത് ഉറപ്പിക്കുക. അത് സങ്കല്പം നിറഞ്ഞ മനസ്സിന്റെ ആത്മഭാവനാഭ്യാസം എന്ന് പറയും. ഇനി രണ്ടാമത്തേത് സംശയം നിറഞ്ഞ മനസ്സാണ്, അല്ലെ? അപ്പൊ സംശയം എന്ന് പറഞ്ഞാൽ ഈ കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ ഫലം എന്തായി തീരും, അല്ലെ? ഞാനിപ്പോ ജോലി ചെയ്യുന്നു, എനിക്കെന്ത് സംഭവിക്കും? ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നു, അവർക്ക് എന്ത് സംഭവിക്കും? ഇതൊക്കെ സംശയമാണ്, എന്ത് സംഭവിക്കും എന്നുള്ളത്. അപ്പൊ എന്ത് വേണം? നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്യുക, പരമാവധി നമ്മൾ ചെയ്യുക, പറ്റുന്നതിന്റെ അതാണ് ബി 100%. അത് ചെയ്യുക. എങ്ങനെ ചെയ്യുക? ഈശ്വര ബുദ്ധിയോടുകൂടി ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ ചെയ്യുക. അതിനപ്പുറത്തേക്ക് ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളുന്നു പറഞ്ഞ് അങ്ങോട്ട് ഉറപ്പിക്കുക മനസ്സിനെ. അതാണ് സംശയം നിറഞ്ഞ മനസ്സിന്റെ ആത്മഭാവനാഭ്യാസം. ഈ രണ്ട് രീതിയിൽ ആത്മഭാവന അഭ്യസിക്കണം എന്നാണ് പറയുന്നത്. അപ്പോ സങ്കല്പം നിറഞ്ഞതും സംശയം നിറഞ്ഞതുമായ മനസ്സിനെ ഈ രീതിയിൽ ആത്മഭാവന പരിശീലിപ്പിക്കണം. അതിനാണ് മന്മനസ്ത്വം എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ സങ്കല്പം ഉള്ളതും എന്നിൽ അർപ്പിക്കുക, സംശയവും എന്നിൽ അർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ മന്മനസ്ത്വമായി. പിന്നെന്താണ്? മദ്ഭക്തി. ഇത് അഭ്യസിക്കണം എന്നാണ്. മദ്ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഫലം നേടുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് വരുമ്പോ എന്ത് വേണം? അപ്പൊ ഒരു കർമ്മം ചെയ്തു, അതിന്റെ ഫലം ചെയ്യുമ്പോ അത് ലാഭമാണോ നഷ്ടമാണോ നേട്ടമാണോ കോട്ടമാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ മാനമാണോ അപമാനമാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? ഫലം എന്ത് തന്നെ ആയിക്കോട്ടെ, അതൊക്കെ ഭഗവാന്റെ കാരുണ്യമായിട്ട് കണക്കാക്കാനുള്ളത്. നഷ്ടമായാലും നേട്ടമായാലും അതൊക്കെ ഭഗവാന്റെ കാരുണ്യമാണ്, ഈശ്വരന്റെ കാരുണ്യമായിട്ട് കണക്കാക്കാം. എന്ന് പറഞ്ഞാൽ നഷ്ടമാണ് സംഭവിക്കുന്നെങ്കിൽ അതും ഈശ്വരന്റെ അനുഗ്രഹമാണ്, നേട്ടമാണെങ്കിൽ അതും ഈശ്വരന്റെ അനുഗ്രഹമാണ്. എനിക്ക് വേണ്ടത് ഭഗവാന്റെ കാരുണ്യം മാത്രമാണ്, ബാക്കിയെല്ലാം അവിടുത്തെ ഇഷ്ടം, ഭഗവാന്റെ ഇച്ഛയാണ്. ഇതാണ് മദ്ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? എന്നിലുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ ഇതാണ്. നഷ്ടമായാലും കോട്ടമായാലും അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാണ്, ഈശ്വരന്റെ പ്രസാദമാണ് എന്ന് മനസ്സിനെ പഠിപ്പിക്കൽ. ഈ ഭാവന അഭ്യസിക്കലാണ് മദ്ഭക്തി. അപ്പൊ ഇത് രണ്ടും ഉറച്ചു കഴിഞ്ഞാൽ, മന്മനസ്തുവും മദ്ഭക്തിയും ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ മദ്യാജിയായി തീരും. എന്താണ് ഈ മദ്യാജി എന്ന് പറഞ്ഞാൽ? നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളും കുടുംബപരമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളും സാമൂഹ്യപരമായ കർമ്മങ്ങളും ഏത് തരം കർമ്മമാണെങ്കിലും അതൊക്കെ ഈശ്വരന്റെ ആരാധനയാണ് എന്ന് ഉറപ്പുവരുന്നതിന് മദ്യാജിത്വം എന്നാണ് പറയുന്നത്. മദ്യാജിത്വം. അപ്പോ ഈ ഒരു അവസ്ഥ എല്ലാ സംഘങ്ങളിൽ നിന്നും മനസ്സിനെ അകറ്റും എന്നാണ്. നിസ്സംഗഭാവം വരും. അങ്ങനെ നിസ്സംഗഭാവം വന്നാൽ എന്താ ഉണ്ടാവുക? ആത്മാനുഭവത്തിന് ശക്തിയുള്ളതായി തീരും ആ മനസ്സ് എന്നാണ് പറയുന്നത്. പിന്നെ തുടർന്ന് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കാണുന്നുണ്ടോ, ചുറ്റുപാടും എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ ബ്രഹ്മരൂപമായിട്ട് കാണുക. എന്നിട്ട് എപ്പോഴും മനസ്സുകൊണ്ട് എല്ലാ രൂപത്തെയും പ്രണമിക്കുക. അതാണ് മത് പ്രണാമം എന്ന് പറയുന്നത്. മുന്നിൽ എന്തൊക്കെ രൂപങ്ങൾ കാണുന്നുണ്ടോ അതൊക്കെ ഈശ്വരന്റെ രൂപമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് പ്രണമിക്കുക. പ്രണമിക്കുക പറഞ്ഞാൽ മുട്ടുകുത്തി നമസ്കരിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ സാഷ്ടാംഗം നമസ്കരിക്കൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ 2, 3, 4 രൂപങ്ങളെ കണ്ട് നമസ്കരിക്കുമ്പോഴേക്കും നമുക്ക് വയ്യാണ്ടാവും. മനസ്സിലായോ? അതാണ് പറയുന്നത് മനസ്സുകൊണ്ട് വണങ്ങുക എന്നാണ് പറഞ്ഞത്. മനസ്സുകൊണ്ട് പ്രണമിച്ചാൽ മതി, അത് ശരീരം കൊണ്ട് പ്രണമിക്കണ്ട. അതിന് ലിമിറ്റേഷൻ ഉണ്ട്. മനസ്സുകൊണ്ട് പ്രണമിക്കാം. അതാണ് മത് പ്രണാമം. അപ്പൊ ഇവിടെ ആത്മഭാവന, അനുഭവം, ഇതൊക്കെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഒരു ക്രമമാണ് ഇവിടെ വിവരിച്ചത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രീതിയിലൊക്കെ മനസ്സിനെ, ചിത്തത്തെ ഭഗവാനുമായിട്ട് യോജിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഈ ഭേദചിന്തകളെല്ലാം പോയി ബ്രഹ്മപ്രാപ്തി കൈവരും. ബ്രഹ്മപ്രാപ്തി കൈവരിച്ച് ജീവിതം ധന്യമാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. ഓം തത്സത്. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ രാജവിദ്യ രാജഗുഹയോഗോ നാമ 9-ാമധ്യായഃ. അല്ലെ, 9-ാമത്തെ അധ്യായം രാജവിദ്യ രാജഗുഹയോഗം എന്ന 9-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ ഇനി അടുത്ത സെഷനിൽ നാളെ നമ്മള് 10-ാമത്തെ അധ്യായമാണ്, വിഭൂതി യോഗമാണ് അടുത്ത് തുടങ്ങാൻ പോകുന്നത്. അല്ലെ, കുറച്ചുകൂടി മനോഹരമായിട്ടുള്ള
ഒരു അധ്യായമാണ് അടുത്ത് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത്. അത് നമ്മൾക്ക് നാളെ തുടങ്ങാം. ഓക്കെ, കണ്ണുകൾ അടച്ചു വെക്കൂ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നട്ടെല്ല് നിവർന്നിരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തി വെക്കാം. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു. തോളുകൾ അയഞ്ഞിരിക്കട്ടെ. റിലാക്സ് യുവർ ഹോൾ ബോഡി. പൂർണ്ണമായ വിശ്രമം. മനസ്സിനെ നിരീക്ഷിക്കൂ. ചിന്തകൾ ഉണ്ടെങ്കിൽ അവയെ നിരീക്ഷിക്കാം. ചിന്തകളെ നിരീക്ഷിക്കുമ്പോൾ മനസ്സ് ഈ നിമിഷത്തിലേക്ക് വരുന്നത് നിരീക്ഷിക്കും. ഈ നിമിഷത്തിൽ വിശ്രമിക്കൂ. ഓം സം സമിദ്ധ്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇലസ്പദേ സമിധ്യസേ സനോ വസൂന്യാഭരാ സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനഃസഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗോദിഃ സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഖാസതി നമോ ബ്രഹ്മണേ നമോ വസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ നമോ വാചി നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.